ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT-KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2026 ജനുവരി മാസം 1-ാം തീയതി, അതായത് 1201 ആണ്ട് ധനുമാസം 17-ാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ ആരംഭിക്കുന്നു. ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ച ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം. മിഥുനത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും, ധനുവിൽ സൂര്യനും കുജനും ബുധനും ശുക്രനും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ്. ജനുവരി 13-ാം തീയതി ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും, ജനുവരി 14-ന് സൂര്യനും, അതുപോലെ ജനുവരി 16-ന് കുജനും, ജനുവരി 17-ന് ബുധനും ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ഈ ഗ്രഹസ്ഥിതികളും മാറ്റങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. ഇടവം രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പലവിധ സ്രോതസ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകും. പേരും പ്രശസ്തിയും ധനവരവുമൊക്കെ ഉണ്ടാകും. വാക്കുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും. തൊഴിൽപരമായിട്ടുള്ള യാത്രകളും വേണ്ടതായിട്ട് വരും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. ജോലിയിൽ അധ്വാന കൂടുതലൊക്കെ ഉണ്ടാകും. മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ള ഇടയുണ്ട്. സർക്കാർ നിമിത്തമുള്ള ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പഠനത്തിൽ അലസത ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യനിലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഴ്ച, മുറിവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-ാം പകുതിയിൽ ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ഈ മാസം ധനപരമായ നേട്ടങ്ങളും അംഗീകാരവും ഒക്കെ കിട്ടുമെങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. വിവാഹാലോചനയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ട ശേഷം അനുയോജ്യമായ ബന്ധങ്ങളൊക്കെ തന്നെ വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ക്ഷമാശീലം ഗുണം ചെയ്യും. വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശത്രുശല്യം വർദ്ധിക്കും. ചില സന്ദർഭങ്ങളിൽ കാര്യതടസ്സവും മനക്ലേശങ്ങളും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനായി നവഗ്രഹ പ്രീതി വരുത്തുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.